വളരെ സന്തോഷം. വിക്ടർ പ്രഭാകരൻ, തമിഴ്നാട് അല്ലേ? ഹാപ്പി. തമിഴ്നാട് എവിടെ? പൊള്ളാച്ചി. 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 താമസം പൊള്ളാച്ചി തന്നെ. പൊള്ളാച്ചി തന്നെ. പൊള്ളാച്ചി. ഞാൻ ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കാമോ? ഓ ധാരാളം. അപ്പോ തമിഴ്നാട്ടിലെ ഇപ്പോ വെള്ളപ്പൊക്കം ഒക്കെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര പ്രോബ്ലംസ് വന്നിരുന്ന. ആമാ ആമാ. അതെ. അപ്പോ സർക്കാര് എങ്ങനെ അതെല്ലാം നന്നായിട്ട് ജനങ്ങൾക്ക് ഒപ്പം നിൽക്കണ്ട? அதாவது சிறப்பா பண்ணியிருக்கிறாங்க. நல்ல அதாவது விழுப்புரம், கிருஷ்ணகிரி, ஊத்தங்கரை, கடலூர் இது போன்ற ஏரியாக்கள்ல வெள்ளம் வந்தது. பட் முன்னே காட்டிலும் வெள்ளம் வந்து சீக்கிரம் ரெடி ஆயிடுச்சு. அந்த அளவுக்கு கவர்மெண்ட் ஒர்க் பண்ணியிருக்கிறாங்க. നന്നായിട്ട് ആമാ. ജനങ്ങൾക്ക് നല്ല സപ്പോർട്ട്, കാരണം ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. ആമാ 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 ആമാ. ഇനിയിപ്പോ തമിഴ്നാട് പൊളിറ്റിക്സിലെ അടുത്ത ഇപ്പോ സ്റ്റാലിനാണല്ലോ നിൽക്കുന്നത്. ഉദയനിധി മാരൻ അല്ലേ? ആമാ. അവന് എന്തേലും ചാൻസ് ഉണ്ടോ? நல்ல சான்ஸ் உண்டு. அதாவது மக்கள் வந்து ஸ்டாலினுக்கு அப்புறம் உதயநிதி தான் நமக்கு வந்து லீடர் அப்படின்ற ஒரு மைண்ட் செட்டப், ஒரு கான்செப்ட்ல இன்னைக்கு ഏകദേശം മക്കൾ அப்படித்தான் இருக்கிறாங்க. അതല്ലേ? അപ്പോ വിജയ്, നമ്മുടെ സിനിമാ നടൻ വിജയ് ഉണ്ടല്ലോ, വിജയ് പൊളിറ്റിക്സിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ യൂത്തിന്റെ ഇടയിൽ വിജയ്ക്ക് നല്ലൊരു സപ്പോർട്ടുള്ള പോലെയാണ് കാണുന്നത്. അത് വരുമ്പോ ഉദയനിധി മാരനും വിജയും തമ്മിലായിരിക്കും ഫൈറ്റ് വരിക? അതോ വിജയ് ചിത്രത്തിൽ ഉണ്ടാവില്ലേ? എങ്ങനെ ഉണ്ടാവാ? இல்ல, அதாவது விஜய்க்கு வந்து யூத்தோடைய சப்போர்ட் இருந்தாலும் உதயநிதிக்கு இருக்கிற அளவுக்கு கிடையாது. உதயநிதி வந்து கம்மிங் 2026ல பீக் லெவல்ல ஜெயிப்பார். പീക്ക് ലെവലിലേക്ക്. അപ്പോ ഈ ADMKയുടെ വോട്ടില്ലേ, ADMK മറ്റേ പാട്ടാളി മക്കള്, BJP, ഇവരുടെ വോട്ടുകള്, ഈ വോട്ട് വിജയിലേക്ക് വരാൻ ചാൻസ് ഉണ്ടോ? கொஞ்சம் வரும். கொஞ்சம் வரும். ஆனாலும் வந்து விஜய் பெரிய அளவுல ஜெயிக்க முடியாது. கொஞ்சம் ஜெயிக்கலாம். மற்றபடி உதயநிதிக்கெல்லாம் டஃப் கொடுக்க முடியாது. ஆமா, ஏன்னா தமிழ்நாடு ஃபுல்லா உதயநிதிக்கு நல்ல வெல்கம் உண்டு. ஏன்னா அவர் களத்துல ഇറങ്ങി വേല ചെയ്യും. അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിലെ BJP നന്നായി വോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ മറ്റേ ADMKയും BJPയും തമ്മില് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഇവര് സപ്പോർട്ടായിട്ട് വന്നാൽ ഈ സ്റ്റാലിനെ അട്ടിമറിക്കാൻ പറ്റുമോ? ഇല്ല, முடியாது. അല്ലേ? எனக்கு தெரிஞ்சு இன்னும் ஒரு 10 வருஷத்துக்கு DMK தான். ഈ നെക്സ്റ്റ് DMKക്ക് ശേഷം വിജയ്ക്കാണോ അതോ BJPക്കാണോ ADMKയാണോ ചാൻസ് വരിക? ADMK. தமிழ்நாட்டை பொறுத்தவரையில DMK and ADMK വേറെ ആർക്കും ചാൻസ് അല്ല. പക്ഷെ നമ്മള് കേരളത്തിൽ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് തോന്നണത് DMKയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വിജയ് കയറി വരുന്നാണ് തോന്നുന്നത്. കാരണം ADMKയുടെ BJPയിലെ അതോടൊപ്പം തന്നെ മറ്റ് പാർട്ടികളുണ്ടല്ലോ, അതിലത്തെയൊക്കെ അണികള് വിജയുടെ കീഴിൽ പോയി DMKക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വിജയ് വരുന്നാണ്. ഒരു 10 വർഷത്തിനുള്ളിൽ ഒരു പക്ഷേ വിജയ് മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. அதாவது ஒரு 10 வருஷத்துக்கு அப்புறம் வேணா நீங்க சொன்னது ஏதாவது கொஞ்சம் நடக்கலாம். மற்றபடி 10 வருஷத்துக்கு உள்ள DMK தான் ഫുൾ വാല്യൂ. அவங்களுக்கு தான் ஃபுல்லா சப்போர்ட். അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒക്കെ എങ്ങനെ? കമ്മ്യൂണിസ്റ്റ് வந்து எப்பவுமே DMK സപ്പോർട്ട്. കോൺഗ്രസിന് ഏതാவது കൂടുതൽ സപ്പോർട്ട് വരുന്നുണ്ടോ? இல்ல, ജനങ്ങള് ഇല്ല. காங்கிரஸ்க்கு சப்போர்ட் உண்டு. காங்கிரஸ் வந்து DMK கூட தான் இருக்கும். അതല്ലേ? അത് കോൺഗ്രസ് വിജയുടെ കൂടെ കൂടിയാൽ എന്തെങ്കിലും കാര്യം? ചാൻസേ ഇല്ല. ஏன்னா ராகுல் அதுக்கு സമ്മതിക്കാതെ. ഓക്കെ. അവിടെ ഇപ്പൊ നമ്മൾ ഈ ജാതി, മതം, വർണ്ണം പ്രശ്നങ്ങളൊക്കെ അങ്ങനത്തെ ഇതിൽ നോക്കുമ്പോ ഇപ്പൊ എങ്ങനെയാ തമിഴ്നാട്ടില് മുന്തിയ ജാതി, താഴ്ന്ന ജാതി
ഇത്തരം ആളുകളൊക്കെ ജാതി കൂട്ടുകെട്ടുകളുണ്ടല്ലോ, അത് അവര് വോട്ട് ചെയ്യുമ്പോ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുക, ജാതിക്കാണ് വോട്ട് ചെയ്യുക, എങ്ങനെയാണ്? அதாவது ரெண்டுமே உண்டு. பார்ட்டிக்காக நிக்கிற மக்களும் உண்டு, ஜாதிக்காக நிக்கிற மக்களும் உண்டு. அது தமிழ்நாட்டுல எப்பவுமே அப்படிதான். ഈ ജാതി ഇല്ലാതായി പോവില്ല അല്ലേ? ஆமா ஆமா ஆமா. ജാതി இன்னும் ஜாதி பார்க்கிற ஒரு நிலைமை தான் இருக்கு தமிழ்நாட்டுல. ഓക്കെ, അപ്പോ തമിഴ്നാട്ടിലെ കാര്യങ്ങളെ പറ്റി വിശദമായിട്ട് പറഞ്ഞ വളരെ നന്ദി. മகிழ்ச்சி മகிழ்ச்சி. ഹാപ്പി ഹാപ്പി. അപ്പൊ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. എല്ലാവിധ ആശംസകള്. അപ്പൊ നമ്മള് ഇതൊരു വീഡിയോ ആക്കിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതോടെ കിടക്കട്ടെ വീഡിയോ. സെയിം ടു യു ആൾസോ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു.